നെതന്യാഹുവിന്റെ അറസ്റ്റ് പരാമർശത്തിൽ ന്യൂയോർക്ക് മേയർ മംദാനിയെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിമർശിച്ചു. സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ സന്ദർശന വേളയിൽ ഇസ്രായേൽ നേതാവിനെ തടങ്കലിൽ വയ്ക്കുന്നതിനുള്ള നിയമപരമായ വഴികൾ അദ്ദേഹത്തിന്റെ ഭരണകൂടം പരിശോധിക്കുന്നുണ്ടെന്ന പ്രസ്താവനയെ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ന്യൂയോർക്ക് സിറ്റി മേയർ സുഹ്റാൻ മംദാനിയെ ശക്തമായി വിമർശിച്ചു. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് വ്യാജമെന്ന് തള്ളിക്കളഞ്ഞുകൊണ്ട് ഞായറാഴ്ച പുറത്തിറക്കിയ ഔദ്യോഗിക മറുപടിയിൽ അന്താരാഷ്ട്ര സ്ഥാപനത്തെ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ മേൽ അധികാര പരിധിയില്ലാത്ത കങ്കാരു കോടതി എന്ന് മുദ്രകുത്തി. മുൻ ICC പ്രോസിക്യൂട്ടർ കരീം ഖാൻ തനിക്കെതിരായ ലൈംഗിക ദുരുപയോഗ ആരോപണങ്ങളിൽ നിന്നും വ്യതിചലിപ്പിക്കാനുള്ള ഒരു വഴിതിരിച്ചുവിടൽ തന്ത്രമായാണ് വാറന്റ് ആരംഭിച്ചതെന്നും പ്രസ്താവനയിൽ ആരോപിക്കുന്നു. ന്യൂയോർക്കിലെ ആഭ്യന്തര ഭരണ പ്രശ്നങ്ങൾ മറയ്ക്കാൻ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മംദാനി ഖാന്റെ തന്ത്രം അനുകരിക്കുകയാണെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് എക്സിൽ പ്രസിദ്ധീകരിച്ച ഒരു രൂക്ഷമായ വിമർശനത്തിൽ പറഞ്ഞു. ഖാന്റെ ക്രിമിനൽ പെരുമാറ്റത്തെ പിന്തുണയ്ക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ നയങ്ങൾ ന്യൂയോർക്കിന് വരുത്തിയ നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിൽ മിസ്റ്റർ മംദാനി ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. മേയർ ജൂതരാഷ്ട്രത്തിന്റെയും മിഡിൽ ഈസ്റ്റിലെ ഏക ജനാധിപത്യത്തിന്റെയും നേതാവിനെ ലക്ഷ്യം വെക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണെന്നും അവകാശപ്പെട്ടു. ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ പ്രവർത്തനങ്ങളെ ഇസ്രായേൽ ഭരണകൂടം പ്രതിരോധിച്ചു. ഹമാസിനെതിരെ പോരാടുമ്പോൾ സിവിലിയൻ മരണങ്ങൾ കുറയ്ക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള യുദ്ധകാലത്തൊന്നും സംഭവിക്കാത്ത നടപടികൾ സൈന്യം നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടു. ഹമാസ് സാധാരണക്കാരെ മനുഷ്യ കവചമായി വിന്യസിക്കുന്നതായി അവർ ആരോപിച്ചു. നെതന്യാഹു ഹേഗിൽ താമസിക്കുന്ന ഒരു യുദ്ധ കുറ്റവാളിയാണെന്ന് മംദാനി ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞതോടെ നയതന്ത്ര സംഘർഷം ശക്തമായി. ഇസ്രായേൽ പ്രധാനമന്ത്രി നഗരത്തിലെത്തിയാൽ പ്രാദേശിക നിയമ അധികാരത്തിന്റെ കൃത്യമായ വ്യാപ്തി ഉറപ്പാക്കാൻ മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ നഗരത്തിലെ നിയമ വകുപ്പുമായി സജീവമായ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് ന്യൂയോർക്ക് സിറ്റി മേയർ വെളിപ്പെടുത്തി. ന്യൂയോർക്ക് നഗരത്തിൽ നിയമം എനിക്ക് എന്ത് ചെയ്യാൻ അനുവദിക്കുന്നു അതാണ് ഞങ്ങൾ ചെയ്യുക, മംദാനി പറഞ്ഞു. ഈ നടപടി നടപ്പിലാക്കുന്നതിനായി പുതിയ പ്രാദേശിക നിയമനിർമ്മാണം നടത്താൻ തന്റെ ഓഫീസ് ശ്രമിക്കുന്നില്ലെന്ന് വ്യക്തമാക്കി. ഗാസ സംഘർഷത്തിനിടെ യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ആരോപിച്ച് 2024 നവംബറിൽ ICC നെതന്യാഹുവിനും മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതാണ് നിയമപരമായ തർക്കത്തിന് കാരണം. ഇസ്രായേലിൽ തുടർച്ചയായി കുറ്റങ്ങൾ നിഷേധിക്കുകയും കോടതിയുടെ നിയമപരമായ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, റോം നിയമത്തിൽ ഒപ്പുവെച്ചിട്ടില്ലാത്ത ഒരു രാഷ്ട്രമായി അമേരിക്ക തുടരുന്നു. അതായത് ICC അന്വേഷിക്കുന്ന വ്യക്തികളെ കസ്റ്റഡിയിലെടുക്കാനോ കൈമാറാനോ വാഷിംഗ്ടണിന് ഒരു അന്താരാഷ്ട്ര നിയമപരമായ ബാധ്യതയുമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.